മീനുളിയൻപാറ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 500 ഏക്കർ പാറയുടെ മുകളിൽ 2 ഏക്കറോളം വരുന്ന ഒരു വനമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഈ പറയുന്ന മീനുളിയൻപാറ. അത് മുള്ളരിങ്ങാട്, കോട്ടപ്പാറ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ഈ വഴിക്ക്. ഈ വനത്തിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. ഈ കാണുന്ന വഴിയിലൂടെ കയറി പോകണമെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാവേ. അയ്യോ, ഒന്നും കാണാൻ പറ്റില്ല, മൊത്തം കാണാം. ഭയങ്കര ഇരുട്ടായിരിക്കും. നല്ല ഭംഗിയായി മതി. കണ്ടോ, കുരിഞ്ഞ് കാണാൻ കയറിയപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നല്ല ഇരുട്ടാണ്. ഇനി അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും എന്ത് കണ്ടോ, ക്യാമറയുടെ കളറെല്ലാം മൊത്തം പോയി, പച്ചപ്പൊക്കെ കുറഞ്ഞു. ഇനി അങ്ങോട്ട് ഇരുട്ടാണ്. ഈ വഴിയിലൂടെയൊക്കെ കുനിഞ്ഞ് കിടന്ന് പോകേണ്ടി വരും. കണ്ടോ, മുനിയറയുടെ ചില അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഒരു പാറ കണ്ടു നിൽക്കുന്നത്. ഇതിൻ്റെ അവിടെ ചില്ലറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാറ താഴെ കണ്ടോ, അത് പകുതി മണ്ണിൻ്റെ അടിയിൽ മൂടിപ്പോയിട്ടുണ്ട്. ഇവിടെ പണ്ട് കാലത്തും ആൾക്കാർ താമസിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാറയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ളൊരു ഇരുട്ടായിട്ടുണ്ട്. കണ്ടു, ഈ വഴിക്കൊക്കെയാണ് പോവേണ്ടത്. ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ ആ വള്ളി പോലെയും എല്ലാം കയറിയൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിയ നല്ല ഇരുട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമറയുടെ കളറ് തീരെ കുറഞ്ഞു പോയിട്ടുണ്ടോ, ആ പച്ചപ്പിൻ്റെ കളറ് കുറഞ്ഞു പോയി. മരങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല രസമല്ലേ നിൽക്കി. ഈ വള്ളിയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പോയി നന്നായിട്ട് പേടിയാവും കേട്ടോ. കണ്ടോ, വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ കടന്ന് അങ്ങ് പോകാൻ പറ്റും. അപ്പുറത്ത് വനം കടന്ന് അപ്പുറത്തെല്ലാം പറ്റും. ഈ ഭാഗം നോക്കി ശരിക്കും എന്താ പറയുക, ഭയങ്കരമായിട്ട് പേടിയാവുന്ന രീതിക്കാണ് ഈ ഏരിയ കിടക്കുന്നത്. ആ കാണുന്ന വഴിക്കാണ് നമ്മൾ വനത്തിൻ്റെ അപ്പുറ സൈഡിലേക്ക് കടന്നു പോകുന്നത്. ഈ വഴി കൂടെ അങ്ങ് പോകണമെങ്കിൽ നമുക്ക് ഈ വനത്തിൻ്റെ അപ്പുറ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റും. 2 ഏക്കറോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടോ, മരത്തിൻ്റെയൊക്കെ തോലൊക്കെ പോയിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ശരിക്കും പേടിയാവുന്ന സ്ഥലമാണ്. കണ്ടോ, ഈ വഴിക്ക് അങ്ങ് പോയാൽ മതി. കുറച്ചുകൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചെന്ന് ഇറങ്ങാം, അപ്പുറ സൈഡിലേക്ക് ഇറങ്ങാം. ഫ്രണ്ടിലേക്ക് സൂക്ഷിച്ച് പോകണം. ഇവിടെ നേരെ താഴേക്ക് അങ്ങ് ഗർത്തായിട്ട് കൊക്കയാണ് നേരെ താഴേക്ക്. ഇവിടം വരെയാണ് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കണ്ടോ, നേരെ താഴേക്ക് കിടക്കണുണ്ടോ. ക്യാമറയിൽ കൂടെ എന്തോരം ക്ലിയർ ആവുമെന്ന് അറിയാൻ പറ്റില്ല. കുറച്ചും കൂടെ കാണിക്കുക. ഈ താഴേക്ക് കാണുന്ന ഈ പാറയുടെ ഇടയ്ക്ക് ആരോ കുടുങ്ങിയെന്ന് പറഞ്ഞായിട്ടുള്ളത് കണ്ടോ. ആ പാറയുടെ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ എങ്ങനെ ഇറങ്ങിപ്പോയി ദൈവത്തിന് എന്നൊക്കെ. നേരെ താഴേക്ക് നോക്ക്, കണ്ടോ എന്ത് ഹൈറ്റിലാണ് കിടക്കണേ നോക്ക്. ആ ചെരിഞ്ഞ് കിടക്കണ അതിൻ്റെ ടോപ്പിൽ കൂടെയാണ് നമ്മൾ നടന്നു വരുന്നത്. ഈ കുത്തനെ കിടക്കുന്ന പാറയുടെ മേളിൽ കൂടെ നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് താഴേക്ക് ഇത്രയും കുത്തനെ കിടക്കുന്നത് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ വരുമ്പോൾ അറിയില്ല. ഇങ്ങോട്ട് കടന്നു കഴിയുമ്പോഴാണ് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. പെരിയാറാണ് താഴെ കാണുന്നത്. അങ്ങ് ലോങ്ങ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ആ മരമൊക്കെ നിൽക്കണതിൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പരോളെന്ന് പറഞ്ഞ സിനിമ പിടിച്ചേക്കുന്ന സ്ഥലമായിട്ടത്. ഈ സുരാജിനെ ആ ചെക്ക് പോസ്റ്റിൽ തടയുന്നില്ല പോലീസുകാർ. ആ ഒരു ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. മുള്ളരിങ്ങാട് വെള്ളക്കയം റോഡാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി റോഡാണ്. ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോഴും കുറച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാമറ. എന്നാലും നല്ല വ്യൂ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോനകത്ത് ആഡ് ചെയ്ത് പോയത്. കാണാൻ ഇത്ര ഇതാണെങ്കിലും വനം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആഡ് ചെയ്തിരിക്കുന്നത്. ആ കഴിഞ്ഞ തവണ പത്രത്തിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്തായിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് കേൾക്കാറില്ല ഇവിടെ. ഈ വഴിക്ക് തന്നെയാണ് നമ്മുടെ കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് താഴേക്ക് ഇറങ്ങി പഞ്ഞിക്കെട്ട് വില കിടക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ്. നമുക്ക് അവിടെ പോയാലും കാണാൻ പറ്റും. മുള്ളരിങ്ങാട് ടൗണിൽ ചെന്നിട്ട് റൈറ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്, വണ്ണപ്പുറം വഴി. ആ വഴിക്കാണ് പോവേണ്ടത്. കോട്ടപ്പാറ രാവിലെ ഒരു 5:30 മുതൽ 7:30 വരെയാണ് നല്ല വ്യൂ ഉണ്ടാകുന്നത്. ഇപ്പോൾ മഞ്ഞ് രാവിലെ, വൈകുന്നേരം മഴ പെയ്യുകയാണെങ്കിൽ ഓൾറെഡി മഞ്ഞുണ്ടാവുമെന്നാണ് പറഞ്ഞത്. വെള്ളക്കൈ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞാണ് കോട്ടപ്പാറയ്ക്ക് പോകണത്. നേരെ പോകുന്ന കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളോട് ലെഫ്റ്റ് തിരിയാനായിട്ട് ഗൂഗിൾ മാപ്പ് പറയും. നമ്മൾ ആ സമയത്ത് ഗൂഗിൾ മാപ്പിലേക്ക് തിരിയാൻ നിൽക്കണ്ട. ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ്. നല്ല കയറ്റമായിരിക്കും. കാറ് കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല വഴിക്ക്. വഴി മൊത്തം പൊളിഞ്ഞ് നടക്കുന്നൊരു വഴിയാണ്. ക്രിസ്തുരാജ് ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പള്ളിയാണ്. അത് കാണാൻ നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ കയറ്റി നിർത്തിയതാണ്. നമ്മൾ ഈ വഴിക്കല്ല പോകേണ്ടത് ശരിക്കും. ഇവിടുന്ന് നേരെ റോട്ടിൽ കൂടെ പോയാൽ മതി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കയറാനാണ് ഗൂഗിൾ മാപ്പിൽ കൂടെ വന്നാൽ പറയുക. അതിൽ പോരേണ്ട ആവശ്യമില്ല. പഴയ കാലത്തൊരു തപാൽ ഓഫീസോടെ നമ്മളിപ്പോൾ കാണുന്നത്. നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആ കാണുന്ന ഒരു SNDP അമ്പലമാണ്. ഇത് മുള്ളരിങ്ങാട് കഴിഞ്ഞ് പോന്നിട്ടുള്ള ഏരിയ ആണത്.
പുളിക്കത്തൊട്ടി വെൺമണി റോഡ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ഇറങ്ങി നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു കടയൊക്കെ ഏരിയ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന മലകളാണ് ഈ കാണുന്നത്. ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നതാണ് ഈ കാണുന്നത്. ഞുളിയാമ്പാറ എത്തണേക്ക് തൊട്ടുമുമ്പായിട്ടുള്ള ഒരു കട ഏരിയ ആണ് അത്. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകണം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മേലേക്ക് ഏർപ്പാട് സ്ഥലം. ഇവിടം വരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ പാറപ്പുറത്തോടെ നന്നായിട്ട് കയറി പോകേണ്ട ഒരു ഏരിയ ആണ് വരുന്നത്. ഇവിടെ നിന്ന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ പച്ചപ്പ് പറഞ്ഞാൽ എല്ലാം നല്ല കാണാൻ രസമുണ്ട്. ഈ പാറയുടെ മുകളിലാണ് കയറി പോകുന്നത്. കയറിപ്പോക്ക് ഭയങ്കര റിസ്ക്കാണ്. അതിൻ്റെ മുകളിലേക്ക് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പോകണ്ടേന്നൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് സൂക്ഷിച്ച് കയറി ചെന്നില്ലെങ്കിൽ നേരെ അപ്പുറത്തേക്ക് കുത്തനെ കൊക്കയാണ്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഒത്തിരി വർഷങ്ങൾ മുമ്പ് എടുത്തതാണ്. അന്നും മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഈ വനം ഫുള്ള് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു തവണ അങ്ങോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നമുക്കവിടെ കയറി പോകാനായിട്ട് പറ്റത്തില്ല. അവിടെ ഇപ്പോൾ വനം വകുപ്പ് ഫോറസ്റ്റ് നമ്മൾ മൊത്തം തടഞ്ഞേക്കുമെന്നാണ് പറഞ്ഞത്. ആരും കയറ്റി വിടുന്നില്ല. അവിടെ ചെന്നാണ് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ആ ചേട്ടന്മാർ പറഞ്ഞു അങ്ങനെ കയറി പോകേണ്ട, ഫോറസ്റ്റുകാർ നമ്മളെ ഇറക്കി വിടുന്ന പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുക ചെയ്തത്. അപ്പോൾ ഉള്ള വീഡിയോസ് മാത്രമാണ് ഇപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അന്ന് എടുത്തേക്കണ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നല്ല വ്യൂ ആണ് കണ്ടോ. ഇവിടെ നിന്ന് നേരെ താഴേക്ക് കൊക്കയാണ്. അങ്ങോട്ട് അടുത്തേക്കൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ താഴെ പെരിയാറാണ്. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അത് കാണാം. ആ കാണുന്നുണ്ട്, ആ ടോപ്പ് വരെയാണ് നമുക്ക് കയറി പോകാൻ പറ്റുന്നത്. നല്ല ദൂരം ഉണ്ട് അവിടെ വരെ. ശരിക്കും അടുത്ത് പോകും. ശരിക്കും പാറയുടെ പുറത്തോടെ തന്നെ നടന്നു പോകേണ്ടത്. ഏതാണ്ട് നമ്മളൊരു ആനയുടെ പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് കയറി ഇങ്ങനെ തലഭാഗത്തേക്ക് വരുന്ന ഒരു രീതിക്കാണ് ആ പാറ കിടക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണ് ചെരിഞ്ഞ് കിടക്കുന്നുള്ളൂ. അങ്ങോട്ട് അപ്പുറത്തേക്ക് കയറി ചെല്ലുമ്പോൾ മല ഇരിക്കുന്നതിൻ്റെയൊക്കെ ചുറ്റും ഫുള്ള് കൊക്കയാണ്. നേരെ താഴേക്ക് തന്നെ പോരും. എങ്ങും തട്ടാതെ താഴേക്ക് വരും. അതുപോലെ കൊക്കയാണ്. ആ കാണുന്നൊരു ചെറിയ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അത്യാവശ്യം നല്ല പച്ചപ്പും ആകാശത്തിൻ്റെ കളറൊക്കെയാണ് ഈ കാണുന്ന. നല്ല രസമുണ്ട്. മുകളിലേക്ക് കയറി പോകുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ കയറി പോരുന്ന എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ഉച്ച സമയത്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ പാറയ്ക്ക് ഇങ്ങനെ ഉണങ്ങി വരേണ്ടത് നടക്കുന്നത്. കണ്ടോ, താഴെ കാണുന്നുണ്ടോ നമ്മുടെ പെരിയാറ്, കാണുന്നുണ്ടോ? ഇതിപ്പോൾ ഏതാണ്ട് പകുതി കയറിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരുപാട് മലകളും കുന്നുകളും കാണാം. കണ്ടോ, ഇടുക്കിയുടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഏരിയ കാണണം മൊത്തം. നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്തി. ആ കാണുന്നതാണ് 2 ഏക്കറോളമുള്ള വനം എന്ന് പറഞ്ഞ് കാണുന്ന മരങ്ങളൊക്കെ കണ്ടോ. ഇപ്പോൾ കാണുന്ന മരം ആ സൈഡും ചെരിഞ്ഞെടുക്കണം. അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചില്ല. ഒരു വ്യൂ പോയിന്റ് വരുന്ന ആ സൈഡിലാണ്, റൈറ്റ് സൈഡിൽ. ഈ കാണുന്നതാണ് 500 ഏക്കറോളം പാറയുടെ മുകളിൽ വരുന്ന 2 ഏക്കർ വനം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെള്ളമോ അങ്ങനെയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് ഈ മരങ്ങളൊക്കെ ഇത്ര വൃത്തിയായിട്ട് വളർന്നു നിൽക്കുന്നത് കണ്ടോ. പുറത്ത് കാണുന്ന ഈ പച്ചപ്പൊന്നും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം സൂര്യപ്രകാശത്തിൻ്റെ മൊത്തം ഇതൊരു വരാത്തതുകൊണ്ടായിരിക്കുന്നു തോന്നുന്നു. ഈ വനത്തിൻ്റെ ചുറ്റും കൊക്കയാണ്. നല്ല ഹൈറ്റിലുള്ള ഏരിയ ആണ് ഈ കാണുന്നത് കണ്ടോ. താഴേക്കൊക്കെ നല്ലോണം സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത്, ചെരിഞ്ഞ് തന്നെ കിടക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാനൊന്നും പറ്റില്ല. നല്ല കൊക്കയോ നല്ല ഹൈറ്റിൽ നിന്ന് നല്ല കുത്തനെ കിടക്കണം. എങ്ങും തട്ടാതെ അതിൻ്റെ താഴേക്കോ ആ ഏരിയ. നമ്മൾ കയറി വന്നത് ഈ ഭാഗത്ത് അവിടെ നിന്ന് താഴേക്ക് നിന്ന് ഇങ്ങ് കയറി വന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ കയറി വന്നത് താഴെ നിന്ന് വന്ന വഴി എല്ലാ സൈഡാണ്. കണ്ട ആ ഭാഗത്തൊക്കെ നല്ല മഴക്കാറുണ്ട്. നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അന്ന് പെട്ടെന്ന് ഇറങ്ങി പോയത്. മഴക്കാറ് കാരണം അവിടെ ഫുള്ള് ഇരുണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടം വരെയൊക്കെ ഏകദേശം വരാൻ പറ്റും. താഴെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ അവിടെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഒരു വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത് ബൈക്ക്. കണ്ടോ, വീടുകളെല്ലാം കാണാം അത്യാവശ്യം. ഇതിൻ്റെ ഈ ഇടതുവശത്തോടെ കയറിയാലും പോകാമെന്നാണ് തോന്നണത്. പക്ഷെ അതിലെ വഴിയെ കണ്ടില്ല. അന്ന് പോയപ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്, ആ സൈഡിലേക്ക് പോകാൻ പറ്റിയില്ല. വനത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോകാനുള്ള വഴിയാണെന്ന് തോന്നണേ കാണുന്നുണ്ട്. ഈ വഴിയിലൂടെ നമുക്ക് കയറിപ്പോയി നോക്കാം. അവിടെ വരെ വഴിയുള്ളൂ. ഈ കാണുന്ന വഴിയിലൂടെ കയറിപ്പോകണമെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാവേ. ഒന്നും കാണാൻ പറ്റില്ല, മൊത്തം കാണാം. ഭയങ്കര ഇരുട്ടായിരിക്കും. ഇവിടെ മുതൽ അങ്ങോട്ട് ഇനി കളറ് തീരെ കുറവായിരിക്കും കേട്ടോ. കണ്ടോ, ആ പച്ചപ്പ് അങ്ങ് പോയി കിട്ടി. കാരണം വെട്ടം ചെറുതായിട്ടേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ളൂ. ഇതിൽ ഇനി കയറി ഇങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ ഒരു മരമൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന ഒരു പാറ പൊങ്ങിക്കുന്നുണ്ട്. അത് മുനിയറ. പണ്ട് ഇവിടെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ. മുനിയറയായിരുന്നു. അവിടെ ഒരു വലിയ പാറ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ ചില്ലറ പൈസ കിട്ടുന്നുണ്ട്. അതിൻ്റെ താഴത്തൊരു ചെറിയ പാറ അവിടെ ഉണ്ട്. അത് ആ മണ്ണിൻ്റെ അടിയിൽ മൂടിപ്പോയതാണ്. പണ്ട് ഇവിടെ ആൾക്കാരെങ്ങനെ കയറി വന്ന് താമസിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഈ വനത്തിൻ്റെ എല്ലാ ചുറ്റും പല വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ.
നമ്മൾ ഈ വനത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഭാഗം ഈ കാണുന്ന ഈ മുനിയറയാണ്. ഈ പാറ പൊങ്ങിക്കണ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. നല്ല ഇരുട്ടാട്ടോ, ചീവീടിൻ്റെ സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ വരുന്നുണ്ട്. സംഭവമാണ് അത്. അവിടെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഈ വനത്തിൻ്റെ ഉള്ളിൽ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ, കണ്ടോ? ആര് ചൂളം വിളിക്കണ പോലത്തെ സൗണ്ട്. ഇവിടുന്ന് താഴേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത്. ഇനി ഞങ്ങൾ സൂക്ഷിച്ചിറങ്ങിപ്പോണം. അത്യാവശ്യം ഇരുട്ടൊക്കെയാണ്. സൂക്ഷിച്ചിറങ്ങിപ്പോണം. ആ കാണുന്നതൊക്കെ കൊക്കയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഈ പോയിന്റിലാണ് അത്യാവശ്യം നല്ല വ്യൂ ആയിട്ടുള്ളത്. താഴേക്ക് നല്ല കുത്തനെയാണ് കിടക്കുന്നത്. സൂക്ഷിച്ചിറങ്ങി പോകേണ്ട ഏരിയ ആണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്കുള്ള വഴിക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്നത്. നമ്മൾ കയറി വന്നപ്പോൾ ഒരു പാറയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ മരം അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കണുണ്ടില്ലേ? ആ ഭാഗത്ത് നിന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ കയറി വന്ന ഏരിയ നമുക്ക് കാണാമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നത്. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ട്. ഇവിടെയാണ് ഏറ്റവും നല്ല കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഏരിയ ഈ കാണുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ സൂക്ഷിച്ച് ചെല്ലണം. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കണ്ടോ, നല്ല വ്യൂ അല്ലേ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ. കണ്ടോ, പെരിയാറ് താഴെ കാണുന്നത്. പിന്നെ നമ്മൾ കയറി വന്ന ആ ഒരു പാറയുടെ മേളിൽ നിന്നുള്ള എന്തോ ഒരു ഹൈറ്റിൽ നമ്മൾ കയറി വന്നതെന്ന് ഇപ്പോൾ കാണാം. കണ്ടോ, ആ കാണുന്ന പാറയുടെ ടോപ്പിൽ കൂടെ നമ്മൾ കയറി പോകുന്നത്. അവിടെ ഈ സൈഡിലേക്ക് കൊക്കെ നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ നടന്നു വരുമ്പോൾ അറിയാൻ പറ്റത്തില്ല. കണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് അത്രയും ടോപ്പിക്കടെ കയറി വന്നപ്പോൾ ഈ സൈഡ് എങ്ങനെയായിരുന്നെന്ന് ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് അറിയാനേ പറ്റത്തില്ല എങ്ങനെയാണ് ഈ സൈഡ് കിടക്കുന്നതെന്ന്. ഇത്രയും താഴ്ചയിലേക്കാണ് ഇത് കിടക്കണതെന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കി അറിയാൻ പറ്റില്ല. കണ്ടോ, കുറച്ചുകൂടെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് കാണാം. കണ്ടോ, ഇവിടെ നോക്കി ഈ മരത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ താഴേക്ക് കാണാൻ പറ്റത്തില്ല. അത്രയും കുത്തനെ കിടക്കണം. ഇവിടെ താഴേക്ക് വെള്ളം കുറവാട്ടോ. ഇവിടെ ഇത്രയും ഹൈറ്റ് ഉണ്ട് ആ സാധനത്തിന്. അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് കയറി കഴിയുമ്പോൾ ഇങ്ങോട്ട് തെന്നിയങ്ങാൻ പോകുന്ന താഴേക്ക് പോകും. നമ്മൾ ഈ ടോപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് മലകൾ അങ്ങ് ബാക്കിലേക്ക് കാണാനായിട്ട് വരും. കണ്ടോ, ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള ഏരിയ. ഇതിൻ്റെ താഴേക്ക് നമ്മൾ ആ കയറി വരുന്നത് ആ ടോപ്പ് കണ്ടോ, ആ ചെരിഞ്ഞ് കിടക്കണ അതിൻ്റെ ടോപ്പിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ കയറി വരുന്നത്. നമുക്കത് കണ്ടാൽ തോന്നില്ല എത്രയും താഴേക്കുണ്ടെന്ന്. കണ്ടോ, ഇത്രയും ഹൈറ്റ് എവിടെയാണ് തോന്നില്ല. ആ താഴെ കാണുന്നുണ്ട്, അതാണ് പെരിയാറ്. സംഭവം ഒന്ന് സൂം ചെയ്ത് നോക്കാം എന്തെങ്ങനെയുണ്ടെന്ന് അറിയാലോ. പെരിയാറിലൊക്കെ വെള്ളം കുറവാണ് ഈ സമയത്ത്. ഇതിൻ്റെ ചുറ്റും കുറേ വ്യൂ പോയിന്റുകളുണ്ട്. നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് കടന്നു പോവാം ഇവിടെ നിന്ന്. ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് വനത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടെ കയറിപ്പോയി നോക്കാം എന്തെല്ലാം കാണാൻ പറ്റും നോക്കാമല്ലോ. നല്ല ഇരുട്ടായിരിക്കട്ടെ, ഇനി കളറൊന്നും ഉണ്ടാവില്ല. ഇത് ഇവിടെ ഒരു കമ്പ് വേരാണത്. കുടുങ്ങി പോയി നോക്കാം. അയ്യോ, ഇവിടെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടം വരെയൊക്കെ വഴി കാണുന്നുള്ളൂ. കണ്ടോ, ഇവിടുന്ന് ഞങ്ങളുടെ വഴി ശരിക്കും കാണാൻ പോലും പറ്റത്തില്ല. ഇവിടെ എന്തോ ഒരു സൈസ് പ്രാണി പറന്ന് വന്നുകൊണ്ട് തട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഇലയെ കൂടെ ഇരിക്കണുണ്ട് ഫുള്ള്. ഇതെന്ത് സാധനം എന്നൊരു ഐഡിയ ഇല്ല. കണ്ടോ, ഈ കാണാൻ മരത്തെ കാണുന്നത് മൊത്തം ആ സൈസ് പ്രാണി കേട്ടോ. ഇത് നോക്കി, ഈ കറുത്തിരിക്കുന്നത് മൊത്തം ഈ സാധനം മൊത്തം പ്രാണികളാണ്. ഈ ഇതിലിരിക്കുന്നതല്ല, ഈ മരം നിറയെ ഏതാണ്ട് വവ്വാല കിടക്കുന്നല്ല ഫുള്ള്. എന്ത് സാധനം എന്നറിയില്ല. ദേ കണ്ടോ, സൗണ്ട് കേട്ടിട്ട് അങ്ങേ സൈഡിൽ മഴ പെയ്യുന്ന പോലെ ഉണ്ട്. നല്ല എരപ്പുണ്ട്. ഇതിൽ പോയി നോക്കാം, എവിടം വരെ ചെല്ലാൻ പറ്റും നോക്കാമല്ലോ. ഇവിടെ വഴി തീർന്നു പോയിട്ടോ, തിരിച്ചു പോവാം. കണ്ടോ, ഈ വള്ളിയൊക്കെയൊക്കെ ആൾക്കാർ വന്ന് കയറുന്ന കണ്ടിട്ടുള്ളത് ഉണ്ടോ. ഈ വള്ളിയൊക്കെ നിൽക്കണ കണ്ടാൽ തന്നെ രസമുണ്ട്. കണ്ടാൽ തന്നെ പേടിയാവും, തെളിഞ്ഞ് പറഞ്ഞ് കിടക്കണമാക്കി. അയ്യോ, മഴ വരുന്നേ. ഇതൊക്കെ വഴി തെളിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നടക്കുന്ന സ്ഥലം തന്നെയാണോ? പോയി നോക്കാനായാലും. ഇപ്പം
തന്നെ മഴ പെയ്യുന്നതാണ്. താഴെ എത്രയും പെട്ടെന്ന് ഇറങ്ങും. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ കാടിൻ്റെ അതിൽ കയറി ഇപ്പുറ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നേ. ഇതിലാണ് കയറി ഇറങ്ങി വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും കുറേ കാടുണ്ട്, പിന്നെ അങ്ങോട്ട് കുറേ പാറയാണ്. ഇവിടെ നിന്ന് താഴേക്കൊക്കെ നല്ല കൊക്കെയുണ്ടോ, ഒന്നും കാണാൻ പറ്റില്ല. നല്ല മഴക്കാറ. അയ്യോ കണ്ടു ഇവിടെ എന്തോ ഒരു ഹൈറ്റുള്ളൊരു ഏരിയ അതാ കാണുന്നത്. ഇതൊക്കെ മൊത്തം എന്താണ് മഞ്ഞ് വന്നു തുടങ്ങിയത്. കാണുന്ന വെള്ളം ഇതൊന്നും. അവിടെ ഒരു പാലം കണ്ടു. ഇതാണ് ഇനി നീരങ്കല മല എന്ന് പറഞ്ഞു. ഒരു സൈഡ് ഫുള്ള് മഞ്ഞ് പോലെ കയറി തുടങ്ങി. ഇരുണ്ട് മഴക്കാറൊക്കെ വരുന്നുണ്ട്. നമുക്ക് പയ്യെ തിരിച്ചിറങ്ങിയാൽ വലിയ സീനാവും. ഈ കാണുന്നതാണ് ഈ പറയണ വനമാണെന്ന് പറഞ്ഞത്. ആ വനത്തിൻ്റെ ഇപ്പുറ സൈഡാണ് ഈ കാണുന്നത്. ഇവിടുന്ന് താഴേക്ക് നല്ല കൊക്കെ കേട്ടോ. ലൈറ്റ് മഴക്കാറായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പുകഞ്ഞ് കയറി വരുന്ന പോലെ മഞ്ഞ് വന്നത് മഴ അരച്ച് തന്നെ ഉണ്ടോ. മഴ അരയ്ക്കണ സൗണ്ടും കേൾക്കാം നന്നായിട്ട്. നമുക്ക് തിരിച്ചിറങ്ങാം, അതായിരിക്കും ബുദ്ധി. കയറി വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ അതായത് മൊത്തം മാറി, ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് മൂടി നിൽക്കുക. തിരിച്ചിറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. എൻ്റെ ആ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകാൻ വഴിയില്ല. നമുക്കിത് പോയി നോക്കാം. അന്ന് വഴിക്ക് തന്നെ പോവാം. ഈ വഴിക്കാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇതിൽ തന്നെ തിരിച്ച് കയറിയിട്ട് വനത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടാണ് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഈ മഴയ്ക്കുമ്പോൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയാണ് പെട്ടെന്ന് പോകുന്നത്. കണ്ട് ഈ അടുത്ത സൈഡ് നല്ല കൊക്ക, അവിടെ വരെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഒന്നും കാണാൻ പറ്റില്ല അങ്ങ് താഴേക്ക്. തിരിച്ച് വീണ്ടും വനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. പെട്ടെന്ന് വലിയ മഴ പെയ്യും. കുടുങ്ങല്ലേ. അതിലൊരു വഴി അങ്ങോട്ടുണ്ട്. നമ്മൾ അന്ന് കയറിയിട്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങി പോരേണ്ടന്ന് ഇതുപോലെ മഴ വന്നിട്ടാണ്. അപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോവാണ്. നമ്മൾ കയറി വന്നപ്പോഴുള്ള പാറ ശരിക്കും കറുത്തല്ലായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങി പോണ സമയത്ത് അവിടെ മഴ പെയ്തായിരുന്നു ഇടയ്ക്ക് പകുതി എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ആ കറുത്ത് കിടന്ന പാറയൊക്കെ ശരിക്കും അങ്ങോട്ട് പച്ച കളറായി. ആ പായൽ ശരിക്കും അങ്ങ് തെളിഞ്ഞു. പിന്നെ സ്ലിപ്പാകുമായിരുന്നു. പിന്നെ ഷൂ ഒക്കെ ശരിക്കും അടിയൊക്കെ കയറിപ്പോയിട്ടുണ്ട്. കണ്ട ആ മഴ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഇരുണ്ട് മൂടി, ഒട്ടും കളറില്ല. കണ്ടോ, വെട്ടമൊക്കെ ഫുള്ളും പോയിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പേ താഴെ എത്താൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. പക്ഷെ അതിന് മുമ്പേ പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. നമ്മൾ ഒറ്റയ്ക്കായിട്ടാണ് വന്നത്. ഇവിടെ ഒറ്റയ്ക്ക് വന്നാൽ ഭയങ്കരമായിട്ട് സീനാണ്, പേടിയാവും. ഇപ്പോൾ തന്നെ അത് വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതേ മഴയാണ്, മഴക്കാറാണ്. അത് തൊട്ട് മുനിയറായിട്ട് നമ്മൾ കണ്ട സംഭവം. നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മൾ കയറി വന്ന വഴിയാണത്. അതിൽ തന്നെ നമ്മൾ തിരിച്ചിറങ്ങണം. ഇതിൻ്റെ മുകളിലൊക്കെ മൊത്തം എന്തേ കാടാ. കാടിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞിറങ്ങണം. നമ്മളങ്ങനെ പുറത്തെത്തി. ഇതിലാണ് നമ്മൾ കയറിപ്പോയത്. ആ സൈഡിൽ നിന്ന് മഴ അരച്ച് വരുന്നുണ്ട്. ഓടി താഴെ തന്നെ എനിക്ക് കണ്ടോ. ഈ സൈഡ് നല്ല വെയില, അതേ കണ്ടോ, അവിടെ വെയില. അപ്പം തിരിച്ചിറങ്ങേണ്ട എത്രയും പെട്ടെന്ന്. ഇപ്പം നമുക്ക് തിരിച്ചിറങ്ങാം. എന്തേ എല്ലായിടും നല്ല മഴക്കാർ വെച്ച് ഇവിടെ ചെറുതായിട്ട് ചാർത്തിറങ്ങി കണ്ടോ. ബാക്കിൽ എവിടെയൊക്കെ മഴക്കാറാണ്. നമ്മൾ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഉള്ള അവസ്ഥ ആയിട്ട് കാണും. ഇതുപോലെ പെരുത്ത മഴയായിരുന്നു. ഇത് പാസ് ചെയ്ത് കടന്നു വരാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഇത് പാസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഒഴുക്കായി കാണുന്നത് കണ്ടോ. അപ്പം അങ്ങനെ ടോപ്പിൽ നിന്ന് ഒഴുകി കണ്ടോ. താഴേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. ഈ സൈഡിൽ ഒഴുക്കില്ല, സാധാരണ നല്ല ഒഴുക്കാണ്. ഇപ്പം മഴ കുറഞ്ഞതാണ്. ഇപ്പോൾ മീനുള്ളിയമ്പാറ കാണാനായിട്ട് അതിന് പോകണ്ട കേട്ടോ. കാരണം നമ്മളവിടെ കയറി പോകാനായിട്ട് നിരോധിത മേഖല എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പോയിരുന്നു ഒരു തവണ, അന്നേരം കയറ്റി വിടത്തില്ലെന്നാ ചേട്ടന്മാരെല്ലാം പറഞ്ഞ അങ്ങനെയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്ക് വരുന്നതനുസരിച്ചാണ് മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് വീഡിയോ പോകുന്നത്.